Retro, writer, director, Subbaraj, The One, Surya. സൂര്യയുടെ കൂടെ തന്നെ പൂജ ഹെഗ്ഡെ, ജയറാം, ജോജു ജോർജ്, അതുപോലെ തന്നെ സുജിത് ശങ്കർ, നാസർ, ഇങ്ങനെ ഒരു വലിയ സ്റ്റാർ കാസ്റ്റോടെ വന്നിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി റെട്രോ എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ആക്ച്വലി ഒരു തിയേറ്റർ ഹിറ്റിന് വേണ്ടി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേസിലാണ് ആക്ച്വലി സൂര്യ ഉള്ളത്. സൂര്യയുടെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ സൂര്യനെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ ടൈപ്പ് ഫിലിമുകളും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു മാജിക് ബോക്സ് ഓഫീസിൽ സൂര്യക്ക് അത് കറക്റ്റായിട്ട് ഇതുവരെ പ്രോപ്പറായിട്ട് വന്നില്ല എന്നുള്ളത്. സുറാറൈ പോട്ടർ ആയിരുന്നു ഒരു ഗംഭീരമായിട്ടുള്ള സിനിമ വന്നിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം ഒരു പ്രോപ്പർ അത് തിയേറ്ററിൽ വന്നുമില്ല. അതിനുശേഷം ഒരു പ്രോപ്പറായിട്ടുള്ള ഹിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്ററേറ്റീവ് മൂഡിലാണ് ആക്ച്വലി സൂര്യ ഉള്ളത്. സോ കാർത്തിക് സുബ്രാജ് വൺ ഓഫ് ദ ഫേവറേറ്റ് ഡയറക്ടറാണ് എൻ്റെ. പുള്ളിക്കാരൻ്റെ മേക്കിംഗ് ആയിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഓഫ് ഫിലിം, സ്റ്റാർട്ടിങ് ഫ്രം പിസ്സ ആയിക്കഴിഞ്ഞാലും ഇരവി, അതുപോലെ തന്നെ നമ്മുടെ പേട്ട, ജിഗർദണ്ഡ, ജിഗർദണ്ഡ ഡബിൾ എക്സൽ, അങ്ങനെ ഒരു വെറൈറ്റി ഓഫ് ഫ്ലേവർ ഉള്ള ഒരു എന്താ പറയുക ഗംഭീരമായിട്ടുള്ള ഡയറക്ടറാണ് ആക്ച്വലി കാർത്തിക് സുബ്രാജ്. സോ കാർത്തിക് സുബ്രാജിൻ്റെ കൂടെ സൂര്യ വരുമ്പോൾ ഒബ്വിയസ്ലി അത് ഒരു ഗംഭീരമായിട്ടുള്ള ഫിലിം സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രതീക്ഷ ഈ സിനിമയുടെ സ്റ്റാർട്ടിങ് മുതൽ ഉണ്ടായിരുന്നു. സിനിമയിലേക്ക് വരുന്ന സമയത്ത് വെച്ചാൽ സൂര്യ ഇനീഷ്യലി പറയേണ്ടത് സൂര്യനെ കൊണ്ട് തന്നെയാണ്. സൂര്യ ആസ് എൻ ആക്ടർ നമ്മളെ ഡിഫറെൻറ്റ് ഈ ഒരു സിനിമയിൽ പല ഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് ഏറ്റവും എനിക്ക് ഒരുപാട് വലിയ വലിയ പോസിറ്റീവ്സ് ഇതിനകത്ത് എടുത്തു പറയാനുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് സൂര്യ ആസ് എ പെർഫോമർ ഗംഭീരമായിട്ടുള്ളൊരു തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ടെന്നുള്ളത്. കാരണം സൂര്യക്ക് മാത്രം പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. സോ അത് അതിഗംഭീരമായിട്ട് പുൾ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി കാർത്തിക് സുബ്രാജിനെ പറ്റിയിട്ടുണ്ട്. പിന്നെ സൂര്യയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് അത് കുറച്ച് കാലത്തിന് ശേഷം ഗംഭീരമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി റെട്രോ എന്ന് പറയുന്നത്. സൂര്യയുടെ കൂടെ തന്നെ ഈ സിനിമയുടെ മറ്റൊരു നായകൻ എന്ന് പറയുന്നത് സന്തോഷ് നാരായണനാണ്. ആക്ച്വലി സന്തോഷ് നാരായണൻ്റെ BGM, സന്തോഷ് നാരായണൻ്റെ ഈ സിനിമയിൽ ഉടനീളം സന്തോഷ് നാരായണൻ ബാക്കിൽ നമ്മുടെ മറ്റേ ഒരു ഫേമസ് ആയിട്ടുള്ള മീം ഉണ്ടല്ലോ, മറ്റേ ഈ പിയാനോ ഇങ്ങനെ കത്തിക്കുന്ന ഒരു മീം, അങ്ങനത്തെ ഒരു പരിപാടി ആക്ച്വലി സന്തോഷ് നാരായണൻ ചെയ്തിട്ടുണ്ട്. അതിഗംഭീരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പല തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ. അതായത് ഒരു റാപ്പ് വരുന്നു, ഇൻട്രൊഡക്ഷൻ BGM വരുന്നു. ഇൻട്രൊഡക്ഷൻ BGM ഒക്കെ ഗംഭീരം, അത് ക്ലൈമാക്സ് ഉണ്ട്. അതെനിക്ക് ഭയങ്കര രസമാണ് അത് തിയേറ്ററിൽ കേൾക്കാൻ. അത് സൂര്യ വരുന്ന സമയത്ത് ആ സൂര്യക്ക് ഒരു എക്സ്ട്രാ മൈലേജ് ആക്ച്വലി ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ നട്ടലായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കനിമ എന്ന് പറയുന്ന സോങ്ങിൽ കാർത്തിക് സുബ്രാജിന്റെ ഡയറക്ഷനെ പറ്റി നമ്മൾ എടുത്തു പറയേണ്ട. ആ ഒരു സോങ് വൺ ഷോട്ട് ബ്രില്യൻറ്റ്. അതായത് അത്ര ഗംഭീരമായിട്ട് ചെയ്ത അത്രയും വലിയൊരു സീനാണ് ആക്ച്വലി. എനിക്ക് തോന്നുന്നത് അറൗണ്ട് 10% അത് വൺ ഷോട്ട് ആണെങ്കിലാണ് എനിക്കത് വൺ ഷോട്ട് പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ ആണെങ്കിൽ അറൗണ്ട് 10% സിനിമ വന്നിട്ട് അവിടെ ആ ഒരൊറ്റ ഷോട്ടിൽ പുള്ളിക്കാരൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു വിഷൻ ആക്ച്വലി കാർത്തിക് സുബ്രാജിനും ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ്ലി ഒരു പാക്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആക്ച്വലി ഈ സിനിമയുടെ പോകുന്നത്. അത് ഇൻ ടേംസ് ഓഫ് ഇമോഷൻ ആയിക്കഴിഞ്ഞാലും ഇൻ ടേംസ് ഓഫ് എന്താ പറയുക ഒരു ആക്ഷൻ ആയിക്കഴിഞ്ഞാലും എല്ലാം അതിഗംഭീരമായിട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുന്നത് ശ്രേയസ് കൃഷ്ണയാണ്. അതുപോലെ തന്നെ എഡിറ്റർ എന്ന് പറയുന്നത് ഷഫീഖ് മുഹമ്മദ് അലി. കാർത്തിക് സുബ്രാജിൻ്റെ എല്ലാ പടങ്ങളും 250 to 3 ആ ഒരു റേഞ്ചിലായിരിക്കും എപ്പോഴും ഉണ്ടാവുക. പക്ഷേ അത് ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് വെച്ചാൽ ടു ബി വെരി ഓണസ്റ്റ് 15 minutes കുറച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ക്രിസ്പായിട്ട് കൊണ്ടുവരായിരുന്നു. എന്ത് തന്നെ പറഞ്ഞാലും കാർത്തിക് സുബ്രാജ് എപ്പോഴും പറയുന്നതാണ് പുള്ളിക്കാരൻ്റെ ടൈറ്റിൽസും കാര്യങ്ങളൊന്നും പുള്ളിക്കാരുടെ സിനിമയിൽ കൂട്ടാറില്ല. അറ്റ് ദ സെയിം ടൈം പുള്ളിക്കാരൻ എപ്പോഴും പറഞ്ഞത് ടൈറ്റിൽസ് ഒക്കെ എടുത്തു കളഞ്ഞാൽ പിന്നെ 2 മണിക്കൂറും 50 മിനിറ്റുമാണ്. എന്നാൽ പോലും ജിഗർദണ്ഡ പോലത്തെ സിനിമകളൊക്കെ നമ്മൾ 250 ആണെങ്കിലും അത് അത്രയും പാക്ഡ് ആണ്. പക്ഷേ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഒരു ലാഗും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇത്രയും വലിയ സിനിമ എടുക്കുന്ന സമയത്ത് ഈ വിഗും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എനിക്ക് പേഴ്സണലി വന്നിട്ട് സൂര്യയുടെ മേക്കപ്പ് വിഗ് അങ്ങനത്തെ ഒരു സംഭവം അത്ര സുഖമായിട്ട് തോന്നിയില്ല. അറ്റ് ദ സെയിം ടൈം ചില സമയത്ത് ഭയങ്കര പെയിലായിട്ടും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. വിഗൊക്കെ ഭയങ്കര ഷോക്കായിട്ട് തോന്നി. സോ അത് മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ കോസ്റ്റ്യൂംസ് എന്ന് പറയുന്നത് ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ കാരണം വെച്ചാൽ ഈ റെഡ് ഒരു ഇതൊക്കെ ഇട്ടിട്ടുള്ള സൂര്യ അതിനകത്ത് അത്ര ഒരു ഗംഭീരമായിട്ട് ഫീൽ ചെയ്യുന്നില്ല ആക്ച്വലി. അത് മേ ബി എനിക്കറിയില്ല, എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള ആക്ടേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഒബ്വിയസ്ലി പൂജ ഹെഗ്ഡെ പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്. ഓക്കെയാണ്, അത്രേ പറയാനുള്ളൂ, കൂടുതലായിട്ടൊന്നും പറയാനില്ല. ജോജു ജോർജ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജയറാമിൻ്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഒരു ടിപ്പിക്കൽ ഈ തമിഴ് ഓഡിയൻസിന് ജയറാമിനെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയുണ്ട്. അതായത് പുള്ളിക്കാരൻ്റെ ഒരു കോപ്രായം എന്ന് പറയുന്നില്ല, നമ്മുടെ നാട്ടിലത് കോപ്രായം എന്ന് പറയും,
അപ്പോൾ അത് അവർക്ക് അങ്ങനത്തെ പരിപാടികൾ ഇഷ്ടമാണ്. പക്ഷെ അത് ജയറാമ കാണിച്ചുകൊണ്ടിരുന്ന സിനിമകൾ എന്ന് പറയുന്നത് ഗംഭീരമായിട്ട് സിനിമകൾ, പഞ്ചതന്ത്രം ആയി കഴിഞ്ഞാലും നമ്മുടെ കമൽഹാസൻ തന്നെ വേറൊരു തെന്നാലി ആയി കഴിഞ്ഞാലും അതിലൊക്കെ അത് വേറൊരു രീതിയിലേക്ക് ആ സ്ക്രീൻ പ്ലേനോട് ചേർന്നിട്ടാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒരു കുറച്ചുകൂടി അതായത് ഒരു പ്രോപ്പർ നേരത്തെ പറഞ്ഞ കോപ്രായം കാണിക്കുന്നവരുണ്ട്. പക്ഷെ സ്റ്റിൽ ആ ഒരു ക്യാരക്ടറിന് റെലവൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഗെയിം ചേഞ്ചർ ഒക്കെ പോലെ ഒരു റെലവൻസ് ഇല്ലാത്ത ക്യാരക്ടർ എന്ന് പറയാൻ പറ്റില്ല. ഒരു റെലവൻസ് ഉള്ള ക്യാരക്ടർ തന്നെയാണ് ആക്ച്വലി ജയറാം ചെയ്തില്ല. പക്ഷെ ജയറാം ഇതല്ല ചെയ്യേണ്ടതെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. സുധീഷ് ശങ്കർ അതുപോലെ തന്നെ നാസർ ഇവരൊക്കെ വളരെ നന്നായിട്ട് അവരുടെ ക്യാരക്ടർ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് കുറച്ച് എൻഗേജിംഗ് ആയിട്ടും ബെറ്റർ ആയിട്ടും തോന്നി. പക്ഷെ സെക്കൻഡ് ഹാഫിലാണ് ആക്ച്വലി പടത്തിന്റെ പ്രശ്നം വരുന്നത്. കാരണം കാർത്തിക് സുബ്രാജിന് ഇമീഡിയറ്റ്ലി മുന്നത്തെ സിനിമ കണ്ടിട്ടുള്ള ഒരാൾക്ക് ഇത് പെട്ടെന്നൊരു പുറച്ചു കയറി പുള്ളിക്കാരന് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇടയിൽ. ഈ ജിഗർദണ്ഡ എക്സൽ മുതൽ എന്തോ ഒരു സംഭവം പുള്ളിക്കാരന് പറ്റിയിരുന്നു. അപ്പൊ പെട്ടെന്ന് അതേപോലത്തുള്ള ടെംപ്ലേറ്റുകൾ വരുന്നു. ജിഗർദണ്ഡ എക്സൽ പോലെ തന്നെ പെട്ടെന്നൊരു രക്ഷകൻ നമ്മുടെ വിജയ്ക്കുള്ള ടാഗാണ് സൂര്യ ഫാൻസിന്റെ. അപ്പോൾ ആ ഒരു ടാഗിലോട്ട് സൂര്യ വരുന്നു. അതാണ് ആക്ച്വലി ഈ സിനിമയുടെ ഒരു പ്രോബ്ലം. ആക്ച്വലി എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫിലോട്ട് വരുന്ന സമയത്ത് കുറച്ചും കൂടിയും ഈ സിനിമ ഒരു എന്താ പറയാ ഒരു നാട്, നമ്മുടെ KGF, കുരുവി, അങ്ങനെയുള്ള ആ ഒരു പെർസ്പെക്റ്റീവിലേക്ക് പോവാണ്. ആക്ച്വലി ഒരു നാട്, ഡെസ്റ്റിനി, ദമം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു പരിപാടിയിലേക്ക് പോകണം. അപ്പൊ അത് കുറച്ചുകൂടി സ്ക്രീൻ പ്ലേ അവിടെ വീക്ക് ആവുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇത് നമുക്ക് വന്നിട്ട് ഗംഭീരമായിട്ട് തകർന്നു പോയി എന്നൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു അഭിപ്രായമില്ല സിനിമയെ പറ്റിയിട്ട്. ജിഗർദണ്ഡ എക്സൽ കണ്ട ഒരു പെർസ്പെക്റ്റീവിൽ കാണുന്ന സമയത്ത് കുറച്ചും ഭയങ്കര അതേ റിപ്പീറ്റഡ് ആയിട്ടുള്ള പല സീക്വൻസുകൾ എന്നാൽ വേറെ രീതിയിൽ അത് എടുത്തു എന്നുള്ള പെർസ്പെക്റ്റീവിൽ ആണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്ന് വെച്ചിട്ട് ഒരു അടപടലമായി പോയെന്നൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. കാർത്തിക് സുബ്രാജിന്റെ മേക്കിങ്ങും കാർത്തിക് സുബ്രാജിന്റെ ആ ഒരു പ്രോപ്പർ സ്റ്റൈല് സൂര്യനെ പ്ലേസ് ചെയ്തിട്ടുള്ള പോലെ തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ രക്ഷകൻ എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് പ്രോട്ടഗോണിസ്റ്റിന് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, രക്ഷകനും പ്രതികാരവും ഒക്കെ മോസ്റ്റ്ലി ചെയ്യാനുള്ളത്. സോ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവിലേക്ക് ഞാൻ പോകുന്നില്ല. ബട്ട് സ്റ്റിൽ ആ സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി ഒന്ന് ക്രിസ്പാക്കിയിരുന്നെങ്കിൽ സൂര്യയുടെ ഗംഭീര കംബാക്കായി മാറിയേനെ. പിന്നെ ഇതൊക്കെ പറഞ്ഞാലും അതിനൊരു കംപ്ലീറ്റ് ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ പറ്റുന്നത്. ഇപ്പൊ ജിഗർദണ്ഡ എക്സൽ എത്ര ക്രിട്ടിക്കലി അക്ലൈംഡ് ആയി കഴിഞ്ഞാലും അത് തമിഴ്നാട്ടിലൊരു വലിയ കളക്ട് ചെയ്ത സിനിമ ഒന്നും ആയിട്ടില്ല ആക്ച്വലി. സോ അങ്ങനത്തെ ഒരു ഇപ്പൊ പേട്ട തന്നെയാണ് കാർത്തിക് സുബ്രാജിന്റെ ഏറ്റവും സേഫ് ആയിട്ടുള്ള പടവും അത് തന്നെയാണ് ഏറ്റവും കളക്ട് ചെയ്തിട്ടുള്ള പടവും. അപ്പോൾ ഇങ്ങനത്തെ സിനിമകൾ വരുന്ന സമയത്ത് ഒബ്വിയസ്ലി കുറച്ചും കൂടി വന്നിട്ട് നമുക്ക് എന്താ പറയാ അത് കണക്ട് ആവത്തില്ല, എല്ലാവർക്കും കണക്ട് ആവത്തില്ല. സോ ആ ഒരു കണക്ഷൻ ഇല്ലായ്മ ഈ സിനിമയിൽ ഉണ്ടാവും. കാരണം ഇത് സെക്കൻഡ് ഹാഫിലേക്കും ആൻഡമാനിലേക്കും അങ്ങനെ ഒരു കൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു പരിപാടിയിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വന്നിട്ട് ചില സമയത്ത് എല്ലാവർക്കും ഒരുപോലെ ദഹിക്കണം എന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഗംഭീരമായിട്ടുള്ള ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് ആക്ച്വലി റെട്രോ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സൂര്യ എന്താ പറയുക ഒരു ലോങ്ങിങ് ഭയങ്കരമായിട്ട് സൂര്യ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടോ ആ ഒരു മാജിക് കംപ്ലീറ്റ്ലി റെഡിയാവും. സോ റെട്രോ ഒരുപാട് ലേയേഴ്സ് ഉള്ള സിനിമയാണ്. ഒരുപാട് എന്താ പറയുക ഒരുപാട് നമുക്ക് കണ്ട് തന്നെ എടുക്കാനുള്ള കുറേ കാര്യങ്ങൾ ഈ സിനിമേൻ്റെ അകത്തുണ്ട്. ടെക്നിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. എന്നിരുന്നാലും ഒരു കംപ്ലീറ്റ്ലി പാക്കേജ് ആയിട്ട് ഒരു സൂര്യയുടെ നമ്മുടെ എന്താ പറയുക സൂര്യയുടെ ഒരു കംപ്ലീറ്റ് കൊമേഴ്ഷ്യൽ പാക്കേജ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതൊരു ആ ഒരു പെർസ്പെക്റ്റീവിൽ റെട്രോ ഒരു പരാജയമായിട്ട് ഫീൽ ചെയ്തു. ബാക്കി എല്ലാ പെർസ്പെക്റ്റീവിലും അതായത് സൂര്യയുടെ പെർഫോമൻസ് ആയിരിക്കും, സൂര്യ ഫാൻസിനെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ആക്ച്വലി കാർത്തിക് സുബ്രാജ് വെച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ നാച്ചുറലായിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു സെക്കൻഡ് ഹാഫിലുള്ള ഒരു ചെറിയൊരു ലെറ്റ് ഡൗൺ ആക്ച്വലി ശരിക്കും ഈ സിനിമയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന പോലെ ഫീൽ ചെയ്തു. അപ്പാർട്ട് ഫ്രം ദാറ്റ് റെട്രോ സൂര്യയുടെ മുമ്പ് ഇറങ്ങിയ കങ്കവ് പോലെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമയല്ല. വൺ ടൈം ഡീസൻ്റ് ആയിട്ട് സിനിമയെ പറ്റി എല്ലാ സിനിമയും ഫോളോ ചെയ്യുന്ന കാർത്തിക് സുബ്രാജിന്റെ സിനിമകൾ ഇഷ്ടമുള്ളവർക്ക് വൺ ടൈം കാണാൻ പറ്റുന്ന സിനിമയായിട്ട് തന്നെയാണ് ആക്ച്വലി പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു ഗംഭീര എന്താ പറയുക ഒരു ലെറ്റ് ഡൗൺ എന്നൊന്നും എനിക്ക് പേഴ്സണലി റെട്രോ ഫീൽ ചെയ്തില്ല. സോ ഡു വാച്ച് റെട്രോ ഇൻ തിയേറ്റേഴ്സ്. ബൈ.